തിന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയെ തടയാനുമുള്ള ഒരു സംഘത്തിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാകും? ആ തത്വത്തോട് യോജിക്കാത്തവരാരാണുള്ളത്? തിന്മ ചെയ്യുന്നവനടക്കം നന്മ ആഗ്രഹിക്കുന്നു. തിന്മ ചെയ്യുന്ന ഒരു പിതാവും തന്റെ മകൻ തന്റെ കൂടെ തിന്മയിൽ പങ്കാളിയാകണമെന്ന് ആഗ്രഹിക്കാറില്ല. തിന്മയുടെ കൂട്ടായ്മകൾ ആ തിന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറില്ല. അവരും നന്മയെയാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ നന്മ തിന്മകളെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം, അതിന്റെ ചരിത്രവും രോമാഞ്ചമുണ്ടാക്കുന്നതാണ്. ത്യാഗപൂർണമാണ്. ക്ഷമിക്കുകയും വിനയത്തോടെ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്യുക എന്നല്ലാതെ കോപവും ധിക്കാരവും അവന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏറുകൊണ്ടുകൊണ്ട് അവൻ ധർമ്മയുദ്ധം നടത്തി. അതുപോലെ എന്ത് പരീക്ഷണങ്ങളും അവൻ സഹിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നിലനിന്നത്. ഞങ്ങളുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള എന്തുമാത്രമുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു. എന്തേ അവർ ചെയ്ത തെറ്റ്? അവർ ധർമ്മത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, സത്യത്തിലേക്ക് ക്ഷണിച്ചു, ധർമ്മപാതയിലേക്ക് ക്ഷണിച്ചു, അധർമ്മത്തെ എതിർത്തു. അതുകൊണ്ട് തന്നെ അനീതിയുടെ അധർമ്മത്തിന്റെ ശക്തികൾ ഞങ്ങൾക്കെതിരിൽ ഒരുപാട് പടവാളുകളുമായി കടന്നു വന്നു. രക്തസാക്ഷികളുണ്ടായി. ഒരുപാട് പരീക്ഷണങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നിട്ടും ഈ പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നിന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിന്റെ മുൻപന്തിയിൽ മൗലാനാ ആസാദിനെ പോലെയുള്ള നേതാക്കൾ, മുഹമ്മദ് അലി സഹോദരന്മാരെ പോലെയുള്ള ആളുകൾ, അതുപോലെ എന്തുമാത്രം എണ്ണിയാൽ ഒടുങ്ങാത്ത മഹാരഥന്മാരായ ആളുകൾ, അവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും ഇവിടെയുള്ള രാഷ്ട്രീയ ഭദ്രതയ്ക്ക് വേണ്ടിയും സമൂഹത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും തീവ്രമായ പരിശ്രമങ്ങൾക്ക് മുന്നിൽ നടന്നവരാണ്. അതിന്റെ പിൻഗാമികളാണ് നാം. ആ നിലക്ക് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ അവരുടെ അവകാശങ്ങൾ സ്വാഭാവികമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയമായ ദേശീയത അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഭീകരതയ്ക്കും വർഗീയവാദത്തിനുമെതിരിൽ ഇത്ര ശക്തമായി നിലകൊണ്ട ഒരു പ്രസ്ഥാനത്ത് കാണാൻ കഴിയുകയില്ല. ഞാൻ എന്റെ വാക്കുകൾ വളരെ ചുരുക്കമായി മാത്രമേ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഇവിടെയുണ്ട്. ഈ സന്ദർഭത്തിൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയണം. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തിരിച്ചറിയേണ്ടത് അതിന്റെ പ്രവർത്തകരിൽ നിന്നാണ്, അതിന്റെ പൂർവ്വകാല ചരിത്രത്തിൽ നിന്നാണ്, അതിന്റെ ദർശനങ്ങളിൽ നിന്നാണ്, അത് ഇവിടെ വിട്ടേച്ചു പോയ കാൽപ്പാടുകളിൽ നിന്നാണ്. എവിടെയാണ് സലഫി പ്രസ്ഥാനം ഭീകരതയുമായി ഏതെങ്കിലും നിലക്കുള്ള ഒരു അടുത്തു നിൽപ്പ് ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ ദേശീയവാദികളായ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറ്റവും വില കൽപ്പിച്ച് സമൂഹത്തിൽ നിലക്കൊണ്ട മഹാരഥന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കൾ മൗലാനാ ആസാദ് തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് നേതാക്കളെ നമുക്ക് കാണാം, ഈ പ്രവർത്തകന്മാരിൽ കാണാം. ഈ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് മുജാഹിദ് എന്ന പേരിൽ ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിന്നത്. നിങ്ങൾക്കറിയാമോ, മുജാഹിദുകൾ എന്ന പേരിൽ അറബി ലോകത്ത് മുഴുവൻ ആ പേരൊഴിവാക്കാനും ആ പേര് ഭീകരവാദികളും തീവ്രവാദികളും ഉപയോഗിക്കുന്നതാണ് എന്നാശയം വന്നപ്പോൾ അത് ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ പോയ ഒരു പവിത്രമായ നാടാണ് കേരളം. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇവിടെ പറയുന്ന മുജാഹിദ് അതല്ല. ഇവിടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ധൈര്യമായി നിൽക്കുകയും മതേതരത്വം ഉൾക്കൊണ്ടുകൊണ്ട് മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാക്കളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെന്നും അതുപോലെ അയൽപക്ക ബന്ധങ്ങളിലും എല്ലാ സഹപാഠി ബന്ധങ്ങളിലും രാഷ്ട്രീയ രംഗത്തെ ബന്ധങ്ങളിലുമെല്ലാം
ഈ സമുദായത്തെയും ഈ വിഭാഗത്തെയും തിരിച്ചറിഞ്ഞവരാണ്. എന്തെങ്കിലും എവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു വാദഗതി ഇവിടെ വേരുപിടിക്കുകയില്ല എന്നതിന്റെ തെളിവാണ് ഈ സലഫി പ്രസ്ഥാനവുമായി ഇന്ന് IS തുടങ്ങിയിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ സലഫി പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കാൻ ചിലർ ഗൂഢശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കള്ളനെ പിടിക്കാൻ കള്ളൻ കൂടെ ഓടുന്നത് പോലെ ഭീകര പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള തീവ്രവാദവുമായോ ബന്ധമുള്ളവർ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുകയില്ല, അതിന്റെ ശത്രുക്കളായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. സലഫി പ്രസ്ഥാനം ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി വേരൂന്നി നിൽക്കുന്ന ഒരു ഭരണകൂടമുണ്ട് സൗദി അറേബ്യ. ഇവിടുത്തെ ഭീകരവാദികളുടെ IS-ന്റെയും തികച്ചും അനിസ്ലാമികമായ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഭീകരവാദികൾ മുഴുവൻ അവരുടെ ഒന്നാമത്തെ ശത്രുവായി അവർ സൗദി അറേബ്യയെയാണ് കാണുന്നത്. അതുപോലെ ലോകത്ത് പവിത്രമായ ഗ്രഹങ്ങളെയാണ് അവർ കാണുന്നത്. മദീനത്തുൽ നബി മസ്ജിദുൻ നബവി പോലും അവിടെ ബോംബെറിഞ്ഞ് നശിപ്പിക്കാനുള്ള ചവേറുകൾ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എങ്ങനെ ഇവർ സലഫികളാകും? എങ്ങനെ അവർ മുസ്ലിങ്ങളാകും? ആ ഭീകരവാദത്തോടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരിൽ പൊരുതുന്ന ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. സലഫി പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടം വരെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ ഇവിടുത്തെ സലഫികളെ, മുജാഹിദുകളെ ഒരാൾ പോലും ഒരു ഭീകരവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ദുഃഖകരമായ അനുഭവമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭം. ആ സന്ദർഭത്തിലാണ് മുജാഹിദ് സമ്മേളനം പാലക്കാട് കോട്ടമൈതാനിയിൽ നടക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഭരണകൂടവും കേരളത്തിലെ ഇരുവിഭാഗം മുജാഹിദ് ഗ്രൂപ്പുകളുടെ ലയന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുകയാണ്. KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.